എല്ലാവർക്കും കൊമേഴ്സ് ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ആ രണ്ടാമത്തെ ചാപ്റ്ററിലെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ സമയം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അക്കൗണ്ടിങ് കൺസെപ്റ്റിലെ ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് ഏത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണറും ബിസിനസ്സും രണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് ഓണറും ബിസിനസ്സും രണ്ടാണ് എന്ന് പറയുന്നതാണ് എന്ത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. അതായത് ഓണറിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടിക്കലർത്തുന്നില്ല. ഓണറിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അത് വേറെ തന്നെ, ബിസിനസിന്റെ കാര്യങ്ങൾ വേറെ തന്നെ. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ക് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നോക്കുന്നത്. അത് പ്രകാരമാണ് ഓണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പൈസക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അതൊരു ഓഫീസിന്റെ യൂസ് ആയിട്ട് കണക്കാക്കുമെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പകരം ഇത് പേഴ്സണൽ ആവശ്യമായതുകൊണ്ടും അത് ബിസിനസിന്റെ കണക്കല്ലാത്തത് കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, അത് ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഹെഡിലേക്ക് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഫലത്തിൽ ഇത്ര മനസ്സിലാക്കുക, ഓണറും ബിസിനസ്സും രണ്ടാണ് എന്ന് കാണിക്കുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും അതല്ലെങ്കിൽ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്? അതായത് അക്കൗണ്ടിങ്ങിൽ കണക്ക് ചെയ്യുന്നത് ഓരോ കാലയളവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണയായിട്ട് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. ഏതൊക്കെയാണ്? 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ് ഒരു സാമ്പത്തിക വർഷം. ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ള കണക്കായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ ഒരു വർഷത്തേക്ക് അല്ലാണ്ട് 6 മാസത്തേക്ക് റെക്കോർഡ് ചെയ്യാം, 3 മാസത്തേക്ക് റെക്കോർഡ് ചെയ്യാം, ഓരോ മാസമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ ഓരോ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കണക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ്. എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ്? കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് അസറ്റ്സ് അറ്റ് പർച്ചേസ് പ്രൈസ്. എന്താ പറയാ, അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ പർച്ചേസ് പ്രൈസിലാണ് എന്നാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഒരു അസറ്റ് വാങ്ങിച്ചു. അസറ്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. പിന്നീട് അതിന്റെ വില 1,10,000 ആയി. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ 1 ലക്ഷമായിരിക്കും. ഞാൻ വാങ്ങിച്ച ആ ഒരു സാധനം ഞാൻ വാങ്ങിക്കുമ്പോൾ ഏത് പ്രൈസിലാണോ വാങ്ങിച്ചത് ആ എമൗണ്ട് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അതിന്റെ പ്രൈസ് പിന്നീട് കൂടിയാലും കുറഞ്ഞാലും വാങ്ങിയ വിലയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓക്കെ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മൂല്യത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണക്കിൽ കാണിക്കുന്നുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. പണത്തിന്റെ മൂല്യത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എന്റെ സ്ഥാപനത്തിൽ 50 ജോലിക്കാരുണ്ട്. ആ 50 ജോലിക്കാരുടെ എണ്ണം എനിക്ക് പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റും. ഈ 50 ജോലിക്കാരുടെ സ്വഭാവം എനിക്ക് പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോ പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റില് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ. എന്താണ് ഗോയിങ് കൺസേൺ? ആ പേരിൽ തന്നെയുണ്ട് ഗോയിങ്. അതിൽ ഉദാഹരണം നമുക്ക് പറയാം. ഉദാഹരണമല്ല, ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് സ്ഥാപനം ദീർഘകാലത്തേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഒരു വാട്ട് യു മീൻ ബൈ ബിസിനസ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് പറയുന്നത് ബിസിനസ് എന്ന് വെച്ചാൽ ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാ.
ഒരു ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല ബിസിനസ്. ദീർഘകാലത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ മാത്രമേ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് കണക്കാക്കുകയുള്ളൂ. അത് തന്നെയാണ് ഗോയിങ് കൺസേൺ. ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോ നമ്മൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് പഠിച്ചത്? ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റിയിൽ എന്താ പറഞ്ഞ ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ് എന്നാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റിൽ എന്താ പറഞ്ഞേ? പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഉദാഹരണമായിട്ട് 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 50 എന്നുള്ള കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യാം. 50 പേരുടെ സ്വഭാവം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓർമ്മയിൽ വെക്കാം. ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചു കോസ്റ്റ് കൺസെപ്റ്റ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തായിരുന്നു പ്രൈസ്? ആ പ്രൈസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നീട് അതിന്റെ വില കുറഞ്ഞാലും കൂടിയാലും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസ് ആണ് നമ്മൾ അക്കൗണ്ടിങ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. പിന്നെ നമ്മൾ നോക്കുന്നതാണ് ഏത്? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് അതായത് ബിസിനസിന്റെ കണക്കുകൾ 1 വർഷം, 6 മാസം, 3 മാസം, 1 മാസം എന്നിങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കണക്കുകൾ റെഡിയാക്കുന്നു. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. പിന്നെയാണ് ലാസ്റ്റ് നോക്കിയത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ ഒരു ബിസിനസ് സ്ഥാപനം ദീർഘകാലമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പോ ഇന്ന് പഠിച്ച 5 കൺസെപ്റ്റും നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷെയർ കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ അതായത് സെക്കൻഡ് ചാപ്റ്ററിന്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.